വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം രാവിലെ 17-ാം തീയതി 3-ാം മാസം മാർച്ച് മാസം 2026 രാവിലെ 7:46 ആയിട്ടുണ്ട്. ഇത് നിഫ്റ്റി ഫ്യൂച്ചറിന്റെ 15 മിനിറ്റിന്റെ ക്യാൻഡിൽ സ്റ്റിക്ക് ആണ് നിങ്ങൾ കാണുന്നത്. നിഫ്റ്റി ഫ്യൂച്ചറിന്റെ കണ്ടിന്യൂവേഷൻ ചാർട്ട് വെച്ചാണ് നമ്മൾ ഈ ദിവസം വരെ ഇന്ന് വരെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ സ്പോട്ട് നോക്കാറുണ്ട്, എപ്പോഴൊക്കെ ആവശ്യമാണോ എപ്പോഴൊക്കെ നമുക്ക് നോക്കണോ അപ്പോഴൊക്കെ സ്പോട്ട് നോക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ലെവൽസ് എല്ലാം പറയുന്നത് ഫ്യൂച്ചർ ബേസ് ചെയ്ത് മാത്രമാണ്. സ്പോട്ടിലോട്ട് നമ്മൾ പോകാറില്ല, ഓൺലി ഫ്യൂച്ചർ ആണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഫ്യൂച്ചർ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. അതിന് നിറച്ച ആൾക്കാർക്ക് അതിനകത്ത് സംശയമുണ്ട്, പിന്നെ വിശ്വാസക്കുറവുണ്ട്. എല്ലാവരും സ്പോട്ടിന്റെ ബേസിൽ പിന്നെ അതിന്റെ അങ്ങ് എന്താ പറയുക, ദൈനംദിന ട്രേഡിങ്ങിൽ സ്പോട്ട് ആയതുകൊണ്ട് അതിന്റെ ബാക്കിൽ പോകാനാണ് ആൾക്കാർക്ക് ആഗ്രഹം. പക്ഷെ ഇതിന്റെ മൊമെന്റ്, അതായത് ഫ്യൂച്ചറിൽ നടക്കുന്ന മൂവ് ആണ് പ്രീമിയത്തിൽ കാണുന്നത്. നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. ഇപ്പൊ ഫ്യൂച്ചർ മൂവ് ആയില്ല, ഇപ്പോൾ 10 പോയിന്റ് എക്സാമ്പിളിന് 10 പോയിന്റ് സ്പോട്ട് മൂവ് ആകുമ്പം 5 പോയിന്റ് ഫ്യൂച്ചർ മൂവ് ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രീമിയം മൂവ് ആവില്ല, പ്രീമിയം അവിടെ മെൽട്ട് ആകും. ഇതാണ് പ്രീമിയം മെൽട്ട് ആകാനുള്ള മെയിൻ കാര്യം. ഇന്നലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിലോട്ട് പോകാം. ഇതുണ്ടോ, ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്തത് 257.70 എന്ന് പറയുന്ന ഒരു 70 എന്ന് പറയുന്ന ഒരു 257 പോയിന്റോളം മുകളിലോട്ട് മൂവ് ആയി അല്ലെ. അതായത് ഇത് പറയുന്നത് പ്രീവിയസ് ക്ലോസ് എന്നുള്ള മൂവാണ്. നിഫ്റ്റി ഫ്യൂച്ചറോ അതിന്റെ താഴെ ഉള്ളത്, നിങ്ങൾ രണ്ടാമത് ഇരിക്കുന്നത് നിഫ്റ്റി ഫ്യൂച്ചറാണ്, ആദ്യം ഇരിക്കുന്നത് സ്പോട്ടാണ്, രണ്ടാമത്തെ ഇരിക്കുന്നത് നിഫ്റ്റി ഫ്യൂച്ചറാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വെറും 229 പോയിന്റ് അല്ലെങ്കിൽ 230 പോയിന്റ് മൂവ് ആയിട്ടുള്ളൂ. ഇതിനർത്ഥം ഈ പ്രീമിയം സ്പോട്ട് മൂവ് ആയതിന്റെ സ്പീഡിന് പ്രീമിയം മൂവ് ആയി കാണില്ല. നിങ്ങളത് ഇന്നലെ ശ്രദ്ധിച്ചറിയാം. ആരെങ്കിലും കാൾ ബൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ബൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സ്പോട്ട് മൂവ് ആയതിന്റെ ആ സ്പീഡിൽ പ്രീമിയം മൂവ് ആയി കാണൂല. ബിക്കോസ് ഫ്യൂച്ചർ ഇങ്ങനെ സ്ലോ ആയിട്ട് മൂവ് ആയതുകൊണ്ട് പ്രീമിയം മെൽട്ട് ആവും. ഇതൊന്ന്. രണ്ടാമത്, ഇന്ന് എക്സ്പയറി ആണ്, വീക്ക്ലി കോൺട്രാക്റ്റിന്റെ എക്സ്പയറി ആണ്, 17-ാം തീയതിയാണ്. ഇത് പ്രീമിയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല കൂടുതലാണ്, നിറച്ച് കൂടുതലുണ്ട് പ്രീമിയം. അതുകൊണ്ട് തന്നെ ഇന്ന് 2 പോയിന്റ് ഓഫ് കൺട്രോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഒരു 141, 142 ഒക്കെ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ 152, 54, 52 അല്ല, 154, 142 ഈ 2 പ്രീമിയം ഏതെങ്കിലും ഒരു സ്ട്രൈക്കിൽ അതിന്റെ സിയും പിയും എവിടെയെങ്കിലും കണ്ടുമുട്ടുന്നുണ്ടോ, എവിടെയെങ്കിലും അത് കറക്റ്റായിട്ട് ഒരേ ലെവലിൽ അത് സംസാരിച്ച് ലേലം ഉറപ്പിക്കാൻ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക. കാര്യത്തിൽ എക്സ്പയറി ആയതുകൊണ്ട് ഈ 140 രൂപ എന്ന് പറയുന്ന അല്ലെങ്കിൽ 154 രൂപ എന്ന് പറയുന്ന ഈ പ്രീമിയം ഫുൾ സീറോ ആക്കണം. അതാണ് കോൺസെപ്റ്റ്. അത് ഇന്ന് വൈകിട്ട് ക്ലോസ് ആകുമ്പോൾ 3:30 നിഫ്റ്റി ക്ലോസ് ആകുമ്പോൾ, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ NSE ക്ലോസ് ആകുമ്പം ആ നിൽക്കുന്ന അഡ്ഡമണി സീറോ ആയി കാണിക്കും. അത് ഏത് അഡ്ഡമണിയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതാണ് ഇതിന്റെ ലെവൽസ്. ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ പറഞ്ഞു. നല്ലൊരു ട്രേഡിംഗ് ദിവസം നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.